രവിയേട്ടാ പോസ്റ്റ് പ്ലീസ്. ഫ്രം അഡീഷണൽ സെക്രട്ടറി CSEB UPSC to Mr. Ravishankar. ഞാൻ നോക്കിട്ട് തരാം രവിയേട്ടാ. കേട്ടോ സെലക്ഷൻ യെസ് ദേവി കൺഗ്രാറ്റ്സ് രവിശങ്കർ IPS. സ്റ്റേഷനിലുണ്ടാവും, പോയി പറഞ്ഞിട്ട് വാ. ഫോണിൽ പറഞ്ഞാ പോരെ എടുത്തി. ആഫ്റ്റർ ഓൾ ജയശങ്കർ DYSP ഇനി മുതൽ രവിശങ്കർ IPS കീഴ് ഓഫീസറാണ്. അങ്ങോട്ട് ചെന്നൊക്കെ കാണുകയെന്ന് വെച്ചാൽ ഒന്ന് പോണോട്ടോ നീ. DCP ഗോവിന്ദൻ സാറാണ്. സിറ്റി ബോർഡറിൽ എന്താ മിഷൻ എന്ന് ചോദിക്കുന്നു. സാർ ജയശങ്കർ, കാര്യമായിട്ടൊന്നുമില്ല സാർ, ഒരു റുട്ടീൻ ചെക്കിംഗ് അത്രേ ഉള്ളൂ സാർ. യെസ് സാർ, ഐ ഷാൽ റിപ്പോർട്ട് സാർ. ಫಸ್ಟ್ ಪಾಯಿಂಟ್ ನಿಂದ ಮೆಸೇಜ್ ಬಂದಿದೆ. അതെ, SI നാരായണൻ. കൊടുക്കാം സാർ. യെസ് വാട്ട് ಸರ್ KA 019111 ಗಾಡಿ ಬರ್ತಾ ಇದೆ. 2 ಗಾಡಿ ಬರ್ತಾ ಇದೆ ಸರ್. ಓವರ್. Come on, get ready, take positions. Come on, fast! Come on! Stop it! Stop it! വണ്ടി നിർത്ത്! വണ്ടി നിർത്ത്! വണ്ടി വണ്ടി! ഇറങ്ങ്! താഴെ ഇറങ്ങ്! ഇങ്ങോട്ട്! വിടണം! വണ്ടി പിടിക്ക്! പിടിച്ചു നിർത്താൻ! ಎಲ್ಲ ಬಾಕ್ಸ್ ಓಪನ್ ಮಾಡಿ. ಗಣಪಣ ಜನ ಸಲೂಟ್ ಪ್ರೆಸೆಂಟ್ ಅಪ್. ಗಣಪಣ ಸ್ಲೋ ಆರ್ಮ್ಸ್.
Guard of honor, order, arms. Guard of honor will unfix the bayonet. Unfix. Bayonet. കൊല്ലപ്പെട്ടത് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ വളരെ സീരിയസ് ആയിരിക്കും. പ്രോബബിളി കമ്മീഷണർ വാര്യര് നേരിട്ട് തന്നെ. നോ, കമ്മീഷണർ ഇതിൽ ഇടപെടാൻ പാടില്ല. ഇറ്റ്സ് ടു ബിഗ് എ റിസ്ക്. അതാ പറഞ്ഞത്. കമ്മീഷനെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടക്കണമെങ്കിൽ ഓർഡർ അങ്ങ് മോളിൽ നിന്ന് വരണം. അന്വേഷണം യാർ വേണമെന്ന് കമ്മീഷണർ മിനിസ്റ്റർ അല്ല, ഗൗഡ, ഈ സൂര്യദേവരാജ ഗൗഡ ഗൗഡ തീരുമാനിക്കും. ഓ ഗോവിന്ദര, നീയെ പണിക്കയാ? അടോ പർവാല, നീയെ പണിക്ക പോയാ? ഹോം മിനിസ്റ്റർ വിളിക്കട്ടെ സർ? ആ പോ. വരൂ. ഇരിക്കൂ. അല്ല, ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ട് കിട്ടിയാൽ ഏട്ടത്തെ വിളിക്കാം. ഇരിക്കൂ. എന്താ ഇത്? ഓഫീസിലുണ്ടായിരുന്ന പേഴ്സണൽ സാധനങ്ങൾ, പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും കൊടുത്തയച്ചതും. ഇതൊക്കെ ഇന്ന് എന്നെ ഇവിടെ ഏൽപ്പിച്ച റെസീറ്റ് വാങ്ങണമെന്ന് ഗോവിന്ദൻ സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ടാൽ. സോറി, ഇങ്ങനൊരവസ്ഥയിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ പിന്നെ അന്വേഷണത്തിൻ്റെ ചാർജ് DCP ഗോവിന്ദൻ സാറിന്. രവി നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും, ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ്. Come on.
പോലീസ് റെക്കോർഡ് പ്രകാരം ഇവിടുത്തെ അണ്ടർവേൾഡുമായി ബന്ധമുള്ള തക്സ് ആണ് ഇവരൊക്കെ, വിത്ത് പ്രൂവൺ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ്. നേരിൽ കണ്ടാൽ പ്രതികളിൽ ഒരാളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് തന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു പരേഡ് വെച്ചത്. ബട്ട് ഇവരാരും അല്ലെങ്കിൽ പിന്നെ സർ, ആ വണ്ടികളും കള്ളക്കടത്ത് സാധനങ്ങളും ആരുടേതാണെന്ന് സൂചനയുള്ള സ്ഥിതിക്ക് നോ നോ എവിഡൻസ്. ആ വണ്ടികൾ ദേവഗൌഡയുടേതല്ല. ആരുടേതാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. സർ, ആ രജിസ്ട്രേഷൻ ബുക്ക്. ലുക്ക് രവി, സൂചനകൾ മാത്രം വെച്ച് ഈ കേസിൽ ആരെങ്കിലും കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് മൈ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. കഷ്ടം. ഏത് തെളിയാത്ത കേസിനും തുമ്പുണ്ടാക്കുന്ന സമർത്ഥനായിരുന്നു തന്റെ ചേട്ടൻ. ഒടുവിൽ അയാളുടെ ഗതി ഇങ്ങനെ. കൊന്നതാരാന്നതിന് തുമ്പുമില്ല തുരുമ്പുമില്ല. അൺലക്കി ഫെലോ. പക്ഷേ ഒരു കണക്കിന് താൻ ലക്കിയ. ഏട്ടന്റെ മരണവും തന്റെ IPS റിസൾട്ടും ഒരേ ദിവസം. അതുകൊണ്ട് പത്രങ്ങളിൽ തനിക്ക് നല്ല ബ്യൂട്ടിഫുൾ കവറേജ് കിട്ടി അല്ലേ? ഹേയ് കമോൺ, ഈസി. രവി, കേൾക്കുമ്പോൾ ഒരല്പം ക്രൂരമായ കമന്റാണെന്ന് തോന്നിയേക്കും. ബട്ട് ഐ ആം ടെല്ലിങ് യു എ ബിറ്റർ ഫാക്ട്. ഒക്കെ സംഭവിച്ചത് നല്ലതിനാടോ. അല്ലെങ്കിൽ താൻ ട്രെയിനിങ്ങും കഴിഞ്ഞ് IPS ഓഫീസറായിട്ട് വന്ന് ചാർജ് എടുക്കുമ്പോൾ തന്റെ ഈ ചേട്ടൻ തനിക്കൊരു നാണക്കേടായിരുന്നു. അയാളൊരു സ്ഥിരം പ്രശ്നക്കാരനാ. I mean a real pain in the ass. You? അയ്യടാ, Please! Please shut your nasty, stinking trap.